തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ എന്ന് തുടങ്ങുന്ന പദ്യമുണ്ട്. റസൂലുള്ളാഹിനെ വിളിച്ചു ചോദിക്കുന്ന പദ്യം, മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ ഇസ്തിഗാസയുടെ പദ്യം. അത് തെളിവുദ്ധരിക്കുന്ന ഞങ്ങളെ കുറ്റം പറഞ്ഞ് മൂപ്പര് പറയാണ്, ഇത് നബി ചൊല്ലിയതാണോ സഹാബി ചൊല്ലിയാണോ? ഒരു 200ഓളം കൊല്ലം മുമ്പ് ഒരു കാക്ക ചൊല്ലിയതല്ലേ? 12 കൊല്ലം മൗലവി ചെയ്താൽ തെളിവ്. 200 കൊല്ലം മദീനത്തെ പള്ളിന്റെ ചുമരുമ്പൽ മഹാന്മാരെ എഴുതി വെച്ചാൽ കാക്ക. ഇതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വെക്ക്. അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ചൊല്ലാനുള്ള പദ്യങ്ങൾ അതാ പോയി നോക്കുന്ന ദീനയിൽ മുതൽ പറയണം. 2 ആഴ്ച കൊണ്ട് അവിടെ ഉണ്ടായിരുന്നുണ്ട്. 2 ആഴ്ച കൊണ്ട് ഞാൻ മദീന പോയപ്പോൾ കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ കീഴിൽ ഇവരുടെ കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് കിടക്കുന്നു. എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ മേലെ ഒരു പച്ച പച്ചം. ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ, അത് ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. തന്നെ റസൂലുള്ളാഹിയുടെ ഖബറെ മകനെ കാണാൻ കഴിയൂല. മദീനത്ത് പോയിട്ടില്ല ആളുകൾക്കറിയാം. ഇവര് പറയുന്നത് അവിടെ പോയി നോക്കുന്ന ഉദാഹരണം എപ്പോഴും കാണാൻ ചില പദ്യങ്ങൾ സഹാബിമാര് ചൊല്ലിയ പദ്യങ്ങളാണ്. എന്താ ചൊല്ലിയത്? റസൂലുള്ളാഹിനെ കുറിച്ച് കേൾക്കുന്ന പദ്യങ്ങൾ ആ മദീനത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഇതാരാ എഴുതിയത് ചങ്ങാതിയെ? ഇതാരാ എഴുതിയതാ? സഹാബിമാരിലെ പദ്യാണ്. ഇതാരുണ്ടാക്കിയ പദ്യ കേട്ടോ? ഹിജ്റ 1191. ഇതിപ്പോ ഹിജ്റ 1426 ഹിജ്റ 1191 സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ ഇബ്നു സുൽത്താൻ അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ ഈ കവിതയുടെ മഹത്വം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുകളിൽ ഇത് കൊത്തിവെക്കപ്പെട്ടു. ഇപ്പോൾ ഇതിൽ റബ്ബുൽ ജമാലി എന്ന് തുടങ്ങുന്ന വരിയല്ലാത്ത മിക്കതും മായ്ക്കപ്പെട്ടു പോയി. ഇത് റസൂലുള്ളാഹിക്ക് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, താബീങ്ങൾക്ക് പരിചയമില്ല, ഇമാമിങ്ങൾക്ക് പരിചയമില്ല. ലോകത്തെ 1000 ചില്ലാനും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് 10 200 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് ഏതോ കാക്കമാരി എഴുതിയുണ്ടാക്കിയ പദ്യങ്ങൾ അവിടെ ഹറമിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ മുജാഹിദുകളോട് റസൂലുള്ളാഹിനെ വിളിച്ചു ചേർക്കുന്ന പദ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാൻ നോക്കുകയാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വ്യക്തമുസ്തകമാണ്. അത് സ്വഹാബത്ത് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിൽക്കാലത്ത് നിങ്ങൾ അവിടെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്നത് ഇസ്ലാം ദീനിൽ തെളിവല്ല. മദീനത്തെ ഹറമില് 1191 അന്നുള്ള ആലിമീങ്ങൾ മുതൽക്ക് ഇന്ന് വരെയുള്ള സർവ്വ ആലിമീങ്ങളെയും അംഗീകാരത്തോടെ ബഹുമാനാദരവോടെ മഹത്വം കൊണ്ടാണ് അയാൾ എന്ന് പറഞ്ഞല്ലോ. ആ ബൈത്തിന്റെ മഹത്വം കൊണ്ടാണ് എഴുതി വെച്ചത്. അങ്ങനെ എഴുതി വെച്ച പദ്യം 1191. അതാ ഞാൻ പറഞ്ഞത് 200-ലധികം കൊല്ലമായി അവിടെ എഴുതി വെച്ചിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു ബാസും അതുപോലെ തന്നെ ഉസൈമീനും നിങ്ങളെ മുഴുവൻ നേതാക്കന്മാരെന്ന് നിങ്ങൾ പറയുന്ന മുഴുവൻ ആളുകളും അവരെല്ലാം ഉണ്ടായിട്ട് അല്ലേ? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശേഷമാണെങ്കിൽ അതിന്റെ ശേഷമുള്ള നിങ്ങളെ മുഴുവൻ മൗലവിമാരും ഉണ്ടായിട്ട് മുഴുവൻ നേതാക്കന്മാരും ഉണ്ടായിട്ട് ഇപ്പോഴും ആ പദ്യം മദീനത്തെ പള്ളിന്റെ ചുമരുമ്പൽ ഇല്ലാന്ന് നിങ്ങൾ പറയുന്നില്ല. അതിന്റെ കുറെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് കൈ പോലെ മാറ്റിയിട്ടുണ്ട്. എന്നാലും കുറെ മാറ്റാതെ അവിടെ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള പദ്യം 200ഓളം കൊല്ലമേ ആയിട്ടുള്ളൂ. നബി ചൊല്ലിയതല്ല, സഹാബികൾ ചൊല്ലിയതല്ല. അത് കാക്കമാര് പിന്നെ എഴുതി വെച്ചതാണ്. ഈ കാക്കാമാർക്ക് എഴുതി വെക്കാനുള്ള പള്ളിയാണോ മദീനത്തെ പള്ളി? കാക്കാമാർ എഴുതി വെക്കുന്ന പള്ളിയാണോ മദീനത്തെ പള്ളി? ഇനി മൗലവി ചോദിക്കട്ടെ, 200ഓളം കൊല്ലമായി മദീനത്തെ ഹറമിൽ എഴുതി വെച്ചത് തെളിവല്ല എന്ന് പറയുന്ന നിങ്ങൾ അതിന്റെ 1 മിനിറ്റ് മുമ്പയല്ലേ പറഞ്ഞത്? 12 കൊല്ലമായി ഷാർജയിൽ ഞാൻ ഇതാ മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നു. അതുകൊണ്ട് മലയാളത്തിൽ ഖുതുബ ഓതാമെന്നതിന് 12 കൊല്ലം സെലഫി ചെയ്താൽ തെളിവ്, അത് ഷാർജയിലെ പള്ളി ചെയ്താൽ തെളിവ്. 200-ലധികം കൊല്ലം മദീനത്തെ പള്ളിയിൽ ലോക മുസ്ലിങ്ങൾ അംഗീകാരത്തോടെ എഴുതി വെച്ചാൽ അത് നബി ചെയ്തതല്ലാത്തത് കൊണ്ട് തെളിവല്ല. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ജാറത്തെ സംബന്ധിച്ച് കള്ളജാറമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ ജാറമൊന്ന് കാണിക്കൂ. പച്ചക്കുമ്പയുള്ള റസൂലുള്ളാഹിന്റെ ജാറം, ആ ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ കള്ളജാറമെന്ന് പ്രസംഗിച്ചില്ലേ?
ഇവിടെ വന്നിട്ട് മരിക്കണ്ടേ എന്ന് ചോദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന മൗലവി, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിപ്പറഞ്ഞിട്ട് ഇവിടെ കബളിപ്പിക്കുന്ന മൗലവി, കള്ളജാറമെന്ന് റസൂലുള്ളാഹിന്റെ അക്കാണുന്ന പച്ചക്കുമ്പയുള്ള ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? ആ റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ കഴിയൂല എന്ന് മൗലവി പറയുന്നത്. മൗലവിക്കല്ലേ കാണാൻ കഴിയാത്തത്? സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന അൽ മുസ്ലിമൂൻ പത്രത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഖബർ ശരീഫ് ജാറം പച്ചപ്പട്ടുകൊണ്ട് പുതച്ചിട്ട് ആ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? ആ പത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ കാണിച്ചില്ലേ? അതിന്റെ ഒറിജിനൽ കോപ്പി കാണിച്ചില്ലേ? എന്റെ CD-യിൽ അത് കാണിച്ചില്ലേ? നിങ്ങൾ എന്തേ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ അനുയായിയാണോ? നിങ്ങൾ വലിയ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് പ്രസംഗിച്ചിട്ട് ആളുകളെ കുപ്പിയിലാക്കിയിട്ട് മുജാഹിദാക്കാൻ ആ അടവ് ഇനി നടക്കൂല കേട്ടോ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജാറത്തെ സംബന്ധിച്ച് നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ് ഞാൻ കേൾപ്പിച്ചത്. കള്ളജാറമാണ് പോൽ അള്ളാന്റെ റസൂലിന്റെ ജാറം കള്ളജാറമാണോ? സൗദി അറേബ്യയിലെ ഗവൺമെന്റ് കള്ളന്മാരാണോ? അവിടെയുള്ള ഭരണാധികാരികൾ കള്ളന്മാരാണോ? എന്തേ മൗലവി വിളിച്ചു പറഞ്ഞത്? എന്താണ്? ആരുടെ മുന്നിലാണ് ഇത് വിളിച്ചു പറഞ്ഞത്? എന്താണ് വിളിച്ചു പറഞ്ഞത്? ലക്കും ലഗാനുമില്ലേ?